ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഓരോ പ്രദേശത്തെയും ജനങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാക്കി ഗുരുദേവനെ കൊണ്ട് ദേവപ്രതിഷ്ഠ നടത്തിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആവശ്യമുള്ളിടത്തൊക്കെ ഗുരുദേവൻ ചെന്ന് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ആ കഥകളെല്ലാം ഇവിടെ വിസ്തരിക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ എന്തെങ്കിലും വിശേഷ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായ കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ട് അങ്ങനെയുള്ള വിശേഷപ്പെട്ട സംഭവങ്ങൾ നടന്നതായിട്ട് അറിയപ്പെടുന്ന ക്ഷേത്രപ്രതിഷ്ഠകളെപ്പറ്റി മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമതായി, ഗുരുദേവൻ കുമാരനാശാനെ കണ്ടെത്തുന്ന ഒരു സംഭവമുണ്ട്. ഇന്ന് അത് പറയാം. ചിറയൻകീഴ് താലൂക്കിൽ വക്കം എന്ന പ്രദേശത്ത് ചില ഭക്തന്മാർ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കുന്നതിനായി ഗുരുദേവനെ ക്ഷണിച്ചു. ഗുരുദേവൻ അവരുടെ ആഗ്രഹാനുസരണം അവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അവിടെ വച്ച് കുമാരു എന്ന് വിളിക്കപ്പെടുന്ന ബാലനായ കുമാരനാശാനെ ഗുരുദേവൻ കണ്ടുമുട്ടുന്നു. കണ്ട മാത്രയിൽ തന്നെ ഗുരുദേവൻ ആ ബാലൻ്റെ കഴിവും പ്രതിഭയും എല്ലാം തിരിച്ചറിയുന്നു. പിന്നീട് ഗുരുദേവൻ കായിക്കരെ കുമാരനാശാന്റെ ഭവനത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് കുമാരു നമുക്കിരിക്കട്ടെ എന്ന് പറയുകയാണ് ചെയ്തത്. കുമാരുവിൻ്റെ പിതാവ് അങ്ങയുടെ അനുഗ്രഹം എന്ന് ഒരു വാക്കിൽ മറുപടി പറയുകയും ചെയ്തു. കുമാരനാശാൻ മണമ്പൂർ ഗോവിന്ദനാശാൻ എന്ന ആളിൽ നിന്നും 3 വർഷക്കാലം സംസ്കൃതം പഠിച്ചതിന് ശേഷം ഉപരിപഠനത്തിന് മാർഗമില്ലാതെ നിരാശനായി ഒരു കയറ് കച്ചവടക്കാരൻ്റെ കണക്കെഴുത്തുകാരനായി കഴിയുന്ന കാലത്താണ് അങ്ങനെ ഗുരുദേവനെ കണ്ടുമുട്ടുന്നത്. കുമാരു ഗുരുദേവനോടൊപ്പം അരുവിപ്പുറത്ത് താമസമാക്കി. ഗുരുദേവൻ്റെ സന്തത സഹചാരിയായി. ഒരിക്കൽ കുളത്തൂർ ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗുരുദേവൻ ദേവിയെ സ്തുതിച്ചുകൊണ്ട് കോലത്തുകര കുടികൊള്ളും ബാലപ്പിറ ചൂടിയ വാരിധിയേ എന്ന് പകുതി ശ്ലോകം ചൊല്ലിയിട്ട് ശേഷം കുമാരു ചൊല്ലട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കുമാരുവിൻ്റെ നാവിൽ നിന്നും കാലൻ കനിവറ്റു കുറിച്ചുവിടുന്നോലപ്പടി എന്നെ അയക്കരുതേ എന്ന് വൃത്തവും പ്രാസവും ഒപ്പിച്ച് ഭാവത്തിന് ചേർന്നപടി ഗുരുദേവൻ ചൊല്ലിയ ശ്ലോകം പൂരിപ്പിക്കപ്പെടുകയും ചെയ്തു. കുമാരനാശാനിൽ ഗുരുദേവൻ ഒരു മഹാകവിയെ കണ്ടെത്തുകയായിരുന്നു. ആശാൻ ഗുരുദേവൻ്റെ ശിക്ഷണത്തിൽ വൈദികവും ആധ്യാത്മികവുമായ അറിവ് നേടിക്കൊണ്ട് കുറച്ചുനാൾ ഗുരുദേവനോടൊപ്പം അരുവിപ്പുറത്ത് കഴിഞ്ഞു. പിന്നീട് ഗുരുദേവൻ ആശാനെ ഉപരിപഠനാർത്ഥം ഡോക്ടർ പൽപ്പുവിനോടൊപ്പം മദ്രാസിൽ അയച്ചു. ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം അദ്ദേഹം അരുവിപ്പുറം ക്ഷേത്രത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അങ്ങനെയാണ് കുമാരു കുമാരനാശാനായത്. അരുവിപ്പുറം ക്ഷേത്രകാര്യങ്ങൾക്കായി അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന ഒരു ഭരണസമിതി ഉണ്ടാക്കിയിരുന്നു. അതിനെ വലിയ ഒരു സംഘമാക്കാൻ ഗുരുദേവൻ തീരുമാനിച്ചു. കുമാരനാശാനും പൽപ്പുവും അതേ അഭിപ്രായം ഉള്ളവരായിരുന്നു. ഗുരുദേവന് വേണ്ടി ആശാൻ കൈതമുക്കിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ഉണ്ടായ നിശ്ചയപ്രകാരം 1903 ജനുവരി 3
ഒരു വിപുല അരുവിപ്പുറത്ത് വെച്ച് SNDP എന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടു. കുമാരനാശാൻ ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുകയും 16 വർഷത്തോളം അതിൻ്റെ ഭരണസാരഥ്യം വഹിക്കുകയും ചെയ്തു. നമസ്കാരം.